കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ ദിവ്യഗർഭങ്ങളെക്കുറിച്ച് ഒരു വാർത്താശകലം ഞങ്ങൾ അവതരിപ്പിച്ചിരുന്നു. തകഴിയിലായിരുന്നു ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ തകഴിയിലെ സംഭവങ്ങളുടെ ചുരുള് അഴിഞ്ഞഴിഞ്ഞ് വരികയാണ്. തകഴിയിൽ ജനിച്ചത് പെൺകുഞ്ഞാണെന്നും ആ പെൺകുട്ടിക്ക് ജന്മം നൽകിയ അമ്മയെ കൂടി കേസിൽ പ്രതി ചേർത്തുവെന്നുമാണ് പുതിയ വാർത്തകൾ. ഈ പെൺകുട്ടി പ്രസവിച്ചത് വീട്ടിലാണ്. ആലോചിച്ച് നോക്കുക, ഈ പെൺകുട്ടി വീട്ടിൽ പ്രസവിച്ചു, പെൺകുഞ്ഞിന് ജന്മം നൽകി. ഇതൊന്നും വീട്ടുകാർ അറിയുന്നില്ല എന്നതാണ് വളരെ ഞെട്ടിക്കുന്ന സംഭവം. വീട്ടുകാരറിയാതെയാണ് ഇതൊക്കെ നടക്കുന്നത്. കാമുകനെ വിളിച്ചു വരുത്തി. പെൺകുഞ്ഞ് ആദ്യം കരഞ്ഞു, ജനിച്ച ഉടനെ കുട്ടി കരഞ്ഞു. കാമുകനെ അർദ്ധരാത്രി വിളിച്ചു വരുത്തി ഈ കുട്ടിയെ കൈമാറുന്നു. അപ്പോഴും വീട്ടുകാരറിയുന്നില്ല. പോലീസ് കേസാകുമ്പോഴാണ് വീട്ടുകാരറിയുന്നത്. ലജ്ജാവഹമല്ലേ? കേരളം ലജ്ജിക്കേണ്ടതല്ലേ? ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, ദിവ്യഗർഭങ്ങൾ. നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു പെൺകുട്ടി ഗർഭിണിയായാൽ എങ്ങനെയായിരിക്കും? ആ പെൺകുട്ടികളുടെ വയറ് വീർത്തു വരും. ആ പെൺകുട്ടികൾക്ക് പ്രത്യേക പരിചരണം ലഭിക്കും. മാസാമാസം അല്ലെങ്കിൽ ആഴ്ചയിൽ മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടാകും, ഇല്ലേ? ഭർത്താക്കന്മാർ എത്ര മോശം ഭർത്താക്കന്മാരാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിൽ ചെലവിന് കൊടുക്കാത്തവരാണെങ്കിൽ പോലും, അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോലും ഈ ഭാര്യ ഗർഭിണിയാണെങ്കിൽ അവർ പ്രത്യേക പരിഗണന ഭാര്യയ്ക്ക് നൽകും. വീട്ടിൽ ആ പെൺകുട്ടിയെ അത്രമാത്രം ശ്രദ്ധിച്ച് ആകും ഈ ഗർഭകാലത്ത് ശുശ്രൂഷിക്കുന്നത്. ഇതങ്ങനെയൊന്നുമല്ല. ഈ പെൺകുട്ടി ഗർഭം ധരിക്കുന്നു. 9 മാസം ഈ വയറ് ഒളിപ്പിച്ച് നടക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. കൊള്ളയടിച്ചിട്ട് കൊള്ള മുതൽ സൂക്ഷിക്കുന്നതിനേക്കാൾ ഭീകരമാണ് 9 മാസം ഈ നിറഗർഭിണി വയറ് ഒളിപ്പിച്ച് വയ്ക്കുക എന്ന് പറയുന്നത്. എന്നിട്ട് വീട്ടിൽ തന്നെ പ്രസവിക്കുക. പ്രസവിച്ച ശേഷം ഈ കുഞ്ഞിനെ അർദ്ധരാത്രി കാമുകനെ വിളിച്ചു വരുത്തി കാമുകനെ കൈമാറുക. കാമുകനെ പോലീസ് പിടിക്കുന്നത് എപ്പോഴാണ്? അവിടെയും മറ്റൊരു രസമുണ്ട്. ഈ പെൺകുട്ടി രക്തസ്രാവം എന്ന വീട്ടുകാരെ ധരിപ്പിച്ച ശേഷമാണ് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത്. ആശുപത്രിയിൽ വെച്ചാണ് വീട്ടുകാരറിയുന്നത്. എന്തറിയുന്നു? ഇത് രക്തസ്രാവമല്ല, പ്രസവശേഷമുള്ള രക്തസ്രാവമെന്ന് വീട്ടുകാരറിയുന്നു. അപ്പോഴാണ് വീട്ടുകാർ മൂക്കത്ത് വിരൽ വയ്ക്കുന്നത്. അയ്യോ, ഇതെങ്ങനെ സംഭവിച്ചു? എൻ്റെ മകൾ വളരെ ശുദ്ധയും വളരെ നല്ല കുട്ടിയാണല്ലോ, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് വീട്ടുകാർ മനസ്സിലാക്കുന്നത്, ഞെട്ടൽ രേഖപ്പെടുത്തുന്നത്. അതെന്തോ ആയിക്കോട്ടെ, പോലീസ് ഉടനെ വരുന്നു. പോലീസ് വന്ന ഈ യുവതിയെ, ആ പെൺകുട്ടിയുടെ പേരൊക്കെ ഇന്ന് പത്രങ്ങളിലുണ്ട്, ഡോണ ജോജി എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. ഡോണ ജോജിയെ ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു അത് കുഞ്ഞ് ജനിച്ച ഉടനെ കരഞ്ഞപ്പോൾ അർദ്ധരാത്രിയോടുകൂടി കാമുകനെ വിളിച്ചു വരുത്തി. അയാളുടെ പേര് തോമസ് ജോസഫ്, തകഴി സ്വദേശിയാണ്. അയാളെ വിളിച്ചു വരുത്തി. അയാളുടെ സുഹൃത്ത് അശോക് ജോസഫ് എന്ന അയാളുടെ സുഹൃത്തിനൊപ്പമാണ് വന്നത്. രണ്ടുപേരും കാർബോർഡ് പെട്ടിയിൽ കുഞ്ഞിനെ കൊണ്ടുപോയി. ആലപ്പുഴയുള്ള അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിക്കാം കുഞ്ഞിനെ എന്നാണ് അവർ ഈ പെൺകുട്ടിയെ വിശ്വസിപ്പിച്ചിരുന്നത് എന്ന് പറഞ്ഞു. ഉടനെ പോലീസ് ആരെ പൊക്കി? ഇവന്മാരെ പൊക്കി. രണ്ടുപേരെയും, കാമുകനെയും പൊക്കി, കാമുകൻ്റെ കൂട്ടുകാരനെയും പൊക്കി. അപ്പോഴാണ് പറഞ്ഞത് കുഞ്ഞിനെ കിട്ടിയത് മരിച്ച നിലയിലായിരുന്നു. മരിച്ച നിലയിൽ കുഞ്ഞിനെ കിട്ടിയാൽ ഇവന്മാർ എന്ത് ചെയ്യണം? പോലീസിനെ അറിയിക്കണം. ഇങ്ങനെ ഒരു കുഞ്ഞ് മരിച്ച നിലയിലുണ്ട്, മരിച്ചു, ഈ പെൺകുട്ടി പ്രസവിച്ചു, നവജാത ശിശു മരിച്ചുപോയി എന്ന് പോലീസിനെയാണ് അറിയിക്കേണ്ടത്, അല്ലാതെ കൊണ്ട് കുഴിച്ചിടുകയല്ല. നിയമത്തിൻ്റെ വഴിയെ പോകണം. ഇവരെന്ത് ചെയ്തു? തകഴിയിലെ ഒരു പുറംബണ്ടിൽ കൊണ്ട് കുഴിച്ചിട്ടു. കുറ്റമല്ലേ? ക്രിമിനൽ കുറ്റം. ഭാരതീയ നിയമസംഹിതയുടെ 93, 91, 94, 258 വകുപ്പുകൾ അനുസരിച്ച് കേസെടുത്തു പോലീസ് കേസെടുത്തിട്ട് എന്ത് ചെയ്തു? യുവമാരെ രണ്ടുപേരെയും ആലപ്പുഴ സബ് ജയിലിലേക്ക് അയച്ചു. ഈ യുവതിക്കെതിരെയും കേസെടുത്തു. അവരെ കൊട്ടാരക്കര സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവർ ചികിത്സയിലാണ്. അവരെയും ജയിലിലേക്ക് അയക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പെൺകുട്ടികൾക്ക് ഇതെന്തു പറ്റുന്നു? ദിവ്യഗർഭങ്ങൾ ഇങ്ങനെ ഒളിച്ചുകൊണ്ട് നടക്കുന്നു. എന്നിട്ട് പെട്ടെന്ന് പ്രസവിച്ച ശേഷം കുഞ്ഞിനെ അങ്ങ് കൊന്നുകളയുന്നു. ഈ നവജാത ശിശുക്കൾ എന്ത് പാപമാണ്, എന്ത് ദ്രോഹമാണ് ഇവരോട് ചെയ്തത്? ഇവരോടൊക്കെ ഈ കുഞ്ഞുങ്ങളുടെ നിലവിളി എന്തുമാത്രം ശാപമാണ് ഇവർക്ക് നേടിക്കൊടുക്കുന്നത്? ഇത് എന്ത് തെറ്റാണ് ഇവർ ചെയ്തത്? എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. എന്ത് തെറ്റാണ് ഇവർ ചെയ്തത്? നിയമമില്ലേ ഇവിടെ? ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനുള്ള ഇടങ്ങളുണ്ട് ഇവിടെ. നിങ്ങൾക്ക് പിറന്ന കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ചൈൽഡ് ലൈനിനെ വിളിക്കൂ. നിങ്ങൾക്കിങ്ങനൊരു അബദ്ധം സംഭവിച്ചെങ്കിൽ, നിങ്ങളുടെ വീട്ടുകാരെ ഭയക്കുന്നുണ്ടെങ്കിൽ വീട്ടുകാരല്ലെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങൾ അവിടുത്തെ ഡോക്ടേഴ്സിനോട് പറയൂ, അബദ്ധം പറ്റിയതാണ്, കാമുകനാണ്, പറയൂ. നിങ്ങൾ അവരെ ശുശ്രൂഷിക്കും.
എന്നിട്ട് പോലീസ് വരും. പോലീസ് വന്നിട്ട് നിങ്ങളെ അങ്ങ് തൂക്കിക്കൊല്ലുകയൊന്നുമില്ല, നിങ്ങളെ അങ്ങ് പിടിച്ച് മൂക്കിൽ കയറ്റുകയൊന്നുമില്ല. ഞാൻ സ്ത്രീകളോടാണ് പറയുന്നത്, യുവതികളോടാണ് പറയുന്നത്. ഇങ്ങനെ അബദ്ധത്തിൽ പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനൊരു ചതിവിൽ പെടുകയാണെങ്കിൽ നിങ്ങൾ നേരെ ആശുപത്രിയിൽ പോകൂ, അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പോകൂ. സ്ത്രീ സൗഹൃദമാണ് പോലീസ് സ്റ്റേഷനുകളൊക്കെ. ഇത്തരം സംഭവങ്ങളിൽ, ഇത്തരം അബദ്ധങ്ങളിൽ, ഇത്തരം ചതിവുകളിൽ പെടുന്ന സ്ത്രീകളോട് ഒരു പോലീസുകാരും മോശമായി പെരുമാറുകയില്ല. നിറഗർഭിണിയാണ് നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ചികിത്സ ഉറപ്പാക്കുമവർ. നിങ്ങളുടെ കുഞ്ഞ് സുരക്ഷിതരായിരിക്കും. നിങ്ങൾക്ക് കുഞ്ഞിനെ വളർത്താൻ കഴിയില്ല, നിങ്ങളുടെ വീട്ടിൽ പിടിക്കപ്പെടും. നിങ്ങളുടെ കാമുകനെ വിളിച്ചു വരുത്തും, അവന് ശിക്ഷ ഉറപ്പാക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ അമ്മത്തൊട്ടിലോ അല്ലെങ്കിൽ ശിശുക്ഷേമ സമിതിയുടെ ഏതെങ്കിലും നല്ല കേന്ദ്രത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർക്കാരിൻ്റെ ഏജൻസികളോ കുഞ്ഞിനെ വളർത്തും. ഇതൊക്കെ അറിയാവുന്ന സ്ഥലമല്ലേ. ഇത്രയും സാക്ഷര കേരളമെന്നും ദൈവത്തിൻ്റെ സ്വന്തം നാടുമെന്നൊക്കെ അഭിമാനിക്കുന്ന ഈ കേരളത്തിൽ ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത് എന്തിന്? കൊല്ലാക്കൊല ചെയ്യുന്നത് എന്തിനാണ്? ക്ലോസറ്റിൽ പ്രസവിക്കുക, ഹോസ്റ്റൽ മുറിയിൽ ഒപ്പം താമസിക്കുന്ന പെൺകുട്ടികൾ പോലും അറിയാതെ വയറൊളിപ്പിച്ചൊക്കെ പ്രസവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കേട്ടുകഴിവില്ലാത്ത സംഭവമാണ്. ഇങ്ങനെയൊക്കെ ഒരു ഗർഭം ഒളിപ്പിച്ച് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൊള്ള മുതൽ ഒളിപ്പിക്കുന്നതിനേക്കാൾ ഭീകരമാണ് ഈ നിറവയർ ഒളിപ്പിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ. എന്തു പറഞ്ഞ് ഒളിപ്പിക്കും? ഗ്യാസ് എന്നോക എന്തു പറഞ്ഞ് ഈ വയർ ഒളിപ്പിക്കും? ഇതൊക്കെ ഭീകരമാണ്. ഇതൊക്കെ അതിഭീകരമായ കുറ്റകൃത്യം തന്നെയാണ്. ഈ ഭാരതീയ നിയമസംഹിതയുടെ മറ്റു വശങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനിയും പുറത്ത് വരേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. 93, 91, 94, 258 വകുപ്പുകളാണ് ഈ കുറ്റക്കാർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. തക്കതായ ശിക്ഷ ഇവർക്ക് ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.